ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു ക്രോഷ്യ ഡയറി. അപ്പോൾ ഞാനിവിടെ ഇന്ന് നമുക്കൊരു ഡക്ക് ചെയ്യാം. കാരണം ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയ വടയെ ഞാനിങ്ങനെ വിചാരിക്കുകയാണ് എന്തെങ്കിലും ഇത് വെച്ച് ചെയ്യണം എന്നുള്ളത്. അപ്പം അതുകൊണ്ട് നമുക്കിന്ന് ഡക്ക് ചെയ്യാം. ഡക്കിൻ്റെ കളേഴ്സ് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളേഴ്സും എടുക്കാം. ഞാനിപ്പോൾ വെൽവെറ്റി ആൺസാണ് എടുക്കുന്നത് കേട്ടോ. അപ്പം വെൽവെറ്റി ആണാണ്. ഇതിൽ 3.52 സൈസാണ് പറഞ്ഞിട്ടുള്ളത്. ബോൾ സൈസ് ഞാനിപ്പോൾ എടുക്കുന്നത് 3.2 മില്ലിമീറ്റർ ഹുക്ക് സൈസാണ്. 3.2 ആണ് കേട്ടോ. 3.2ഉം പിന്നെ 2 സേഫ്റ്റി ഐസ് എടുക്കുന്നുണ്ട്. അതുപോലെ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നീഡിലും പിന്നെ സിസേഴ്സുമാണ് യൂസ് ചെയ്യുന്നത്. ഇതിൻ്റെ ഹൈഡിങ്ങിൽ ബാക്കിൽ ചെയ്യുന്ന ബട്ടൺസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, ഇത്രയും സാധനം എടുത്തിട്ടാണ് ഇത്രയും ഐറ്റംസാണ് ഞാൻ ഡക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ഈസി ആയിട്ട് ഡക്ക് ചെയ്യാൻ വേണ്ടി പറ്റുമെന്നുള്ളത് നോക്കാം. നമുക്ക് വിങ്സ് ചെയ്യാം. ഞാനിതാ ഈ വൈറ്റ് യാണാണ് യൂസ് ചെയ്യുന്നത്. വെൽവെറ്റിയാണ്. ഇതിൽ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ നേരമായി കാത്തിരിക്കുന്നു. പക്ഷേ ഞാനൊന്ന് ചെയ്ത് നോക്കി. 3.2 മില്ലിമീറ്റർ ഹുക്ക് വെച്ച് ചെയ്തു. പക്ഷെ അത് കുറച്ച് റിസ്ക്കാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ ഹുക്ക് സൈസ് മാറ്റിയിട്ടുണ്ട്. ഇതെടുക്കുമ്പോൾ ഞാൻ ഇപ്പം 6 മില്ലിമീറ്റർ ഹുക്ക് സൈസ് എടുത്തിട്ടാണ് വിങ്സ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, നല്ല വെൽവെറ്റ് ആണാണ്, സോഫ്റ്റ് ആണാണ് കേട്ടോ. ഇതാ ഓക്കെ, ഇതാണ് യാൺസ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിങ്സ് എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. ആദ്യം നമുക്ക് മാജിക് റിംഗ് ഇടാം. ചെയിൻ 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. 1 2 3 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്ത് കൊടുക്കാം. റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് സെക്കൻഡ് റോ നോക്കാം. സെക്കൻഡ് റോ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈച്ച് ചെയിന് നമുക്ക് ഇൻക്രീസിങ് ആണ് ചെയ്യേണ്ടത്. അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. 1 2 1 ടൈം ചെയ്തു. ഇനി നെക്സ്റ്റ് ചെയിനിലും ഇതേപോലെ 1 2 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് കാണാം. സെക്കൻഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇൻക്രീസിങ് ചെയ്തിട്ടുണ്ട്. നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ കിട്ടിയിട്ടുണ്ട്. നെക്സ്റ്റ് റോ എന്ന് പറയുന്നത് ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 നെക്സ്റ്റ് 2 നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ് ചെയ്യുക. അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ. 1 സെയിം സ്പേസിൽ തന്നെ 2. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുക. 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ്, ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടാണ്. തേർഡ് റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് റോ ചെയ്യാം. ഫോർത്ത് റോ എന്ന് പറയുന്നത് ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രമാണ് ഇടേണ്ടത്. അതായത് 16 സിംഗിൾ ക്രോഷ്യ ഉണ്ടാവും. 1 നെക്സ്റ്റ് 2 നെക്സ്റ്റ് 3 ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഫോർത്ത് റോ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫിഫ്ത്ത് റോ എന്ന് പറയുന്നത് നമുക്ക് ഡിക്രീസിങ് ആണ്. ചെയിൻ 1 ഇടുക. 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ. 1 ആൻഡ് 2. ഇനി നമ്മൾ ഡിക്രീസിങ് ആണ്. അതായത് 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്യും. ഇതേപോലെ എടുക്കുക. 1 ടൈം ഡിക്രീസ്. ഇനി 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം. ഇനി നമുക്ക് 1 സിംഗിൾ ക്രോഷ്യ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 1 സിംഗിൾ ക്രോഷ്യ, അതിനുശേഷം ഡിക്രീസിങ് ചെയ്യാം. അതായത് നെക്സ്റ്റ് ചെയിനിൻ്റെ ഫസ്റ്റ് ലൂപ്പ്, നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യേൻ്റെയും ഫസ്റ്റ് ലൂപ്പ് എടുക്കുക. 1 ടൈം, നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, ആദ്യം ഡിക്രീസിങ് ചെയ്യാം. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്തിട്ട് പോവാം. കഴിഞ്ഞതിന് ശേഷം കാണാം. 6 റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി സെവൻത്ത് റോയിൽ വരുന്നത് ചെയിൻ 1 ഇട്ട് കൊടുക്കുക.
ഈച്ച് ചെയിൻ നമുക്ക് ഡിക്രീസിങ് ആണ് ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് തന്നെ നമ്മൾ ഡിക്രീസിങ് ചെയ്യുക. അങ്ങനെ നമ്മൾ 4 ടൈംസ് ആണ് ഡിക്രീസിങ് ചെയ്യേണ്ടത്. 1 ടൈം ചെയ്തു, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3, കണ്ടോ, ലാസ്റ്റ് 4th ടൈം. ഇനി നമ്മൾ സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് ചെയിനിൽ പോവാം, സ്ലിപ്പ് സ്റ്റിച്ച്, കണ്ടോ. ഇനി എന്ത് ചെയ്യുക, നമ്മളിവിടുന്ന് ചെയിൻ 1 ഇട്ടിട്ട് യാണ് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്ര വരെയാണ് നമ്മളെ പാറ്റേൺ ഉള്ളത്. ചെയിൻ 1 ഇടുക, ഇവിടുന്ന് യാണ് കട്ട് ചെയ്യുക. ഇതേപോലെ തന്നെ സെയിം 1 മോറും കൂടി നമ്മൾ ഉണ്ടാക്കുക. 2 പാറ്റേൺ ആണ് നമ്മൾ ചെയ്യേണ്ടത്, വിങ്സ്. ഓക്കെ, ഡക്കിൻ്റെ ലെഗ്സ് ചെയ്യാം. ഓക്കെ, ഞാനിതിന് ഓറഞ്ച് കളർ വെൽവെറ്റ് യാണാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഏത് കളേഴ്സ് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഓക്കെ, ആദ്യം നമുക്ക് ചെയിൻ 7 ഇട്ട് കൊടുക്കാം. നോട്ട് ഇട്ട് കൊടുക്കുക. ശേഷം 7 ചെയിൻ ചെയ്ത് കൊടുക്കുക. 1 2 3 4 5 6 and 7 ചെയിൻ ചെയ്തു. ഇനി എന്ത് ചെയ്യുക, സെക്കൻഡ് ചെയിൻ കണ്ടോ. നിങ്ങൾക്ക് ഇതിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാ യാൺസ് യൂസ് ചെയ്യുക കേട്ടോ. സെക്കൻഡ്, അതുപോലെ സ്റ്റിച്ച് മാർക്സ് യൂസ് ചെയ്യുക. സെക്കൻഡ് ചെയിനിൽ പോയിട്ട് 1 സിംഗിൾ ക്രോഷ്യ, അതായത് 5 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1, നെക്സ്റ്റ് 2, നെക്സ്റ്റ് 3, നെക്സ്റ്റ് 4, നെക്സ്റ്റ് 5 ടൈംസ് ചെയ്തു. അപ്പോൾ നമുക്ക് ലാസ്റ്റ് ഒരു ചെയിൻ ബാക്കിയുണ്ടാവും. ആ ചെയിനിൽ 3 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കാം. ലാസ്റ്റ് ചെയിനിൽ 1 2 and 3, കണ്ടോ, 3 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ ഈച്ച് ചെയിന് നേരെ ഓപ്പോസിറ്റ് 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. അതായത് 4 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. നെക്സ്റ്റ് 1 2 3 and 4 ടൈംസ് ചെയ്തു. ബിഗിനേഴ്സ് ആരും വെൽവെറ്റ് യാണ് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടി പാടില്ല. അവർക്ക് സ്റ്റിച്ച് കൗണ്ട് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത്. ലാസ്റ്റ് ചെയിനിൽ പോയിട്ട് ഇൻക്രീസിങ് ചെയ്യുക. അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ, 1 സിംഗിൾ ക്രോഷ്യ 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്, കണ്ടോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ സെക്കൻഡ് റോ ചെയ്യുമ്പം ചെയിൻ 1 ഫസ്റ്റ് ചെയിൻ കണ്ടോ, ആ സെയിം സ്പേസിൽ 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1, അതായത് ഇൻക്രീസിങ് ചെയ്യുക. 2. ഇനി നമ്മൾ ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം, അതായത് 13 സിംഗിൾ ക്രോഷ്യ കിട്ടും. നോക്കാം നമുക്ക്. 1 2 3 4 5 6 7 8 9 10 11
12 കണ്ടോ ലാസ്റ്റ് ഒരു സ്റ്റിച്ചേ ഉള്ളൂ 13 13 സ്റ്റിച്ച് കിട്ടി. ഇനി എന്ത് ചെയ്യുക, നമ്മൾ ഫസ്റ്റ് ചെയ്ത ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്സ് യൂസ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ച് എവിടെയാണ് ഇടേണ്ടതെന്നുള്ളത് മനസ്സിലാകുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് സ്റ്റിച്ച് മാർക്സ് യൂസ് ചെയ്യാം കേട്ടോ. ഇനി എന്ത് ചെയ്യുക, തേർഡ് റോയിൽ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് 15 സിംഗിൾ ക്രോഷ്യ കിട്ടും. 1 2 3 ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് കാണാം. എനിക്ക് 15 സിംഗിൾ ക്രോഷ്യ കിട്ടി. ഇനി ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ഫോർത്ത് റോ നോക്കാം. ഫോർത്ത് റോ എങ്ങനെയാണെന്ന് വെച്ചാൽ ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഫസ്റ്റ് നമുക്ക് ഡിക്രീസിങ് ആണ് ചെയ്യേണ്ടത്. ഇതാ ഫസ്റ്റ് ആ ചെയിൻ ഇട്ട് കൊടുത്ത് സിംഗിൾ ക്രോഷ്യേൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. നെക്സ്റ്റ് ചെയിനിൻ്റെയും അതായത് നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യേൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക, ഡിക്രീസിങ് ചെയ്യുക. അതായത് ടുഗദർ. മണ്ണോറും കൂടി കാണിക്കുക. ഫ്രണ്ട് ലൂപ്പ്, നെക്സ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ്, ഉള്ളിലേ വലിക്കുക, ഡിക്രീസിങ് ചെയ്തു 1. ഇനി നമ്മൾ 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 and 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിനി ഡിക്രീസിങ് ആണ് ചെയ്യേണ്ടത്. 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്തു. ഇനി 5 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യാം. 1 2 3 4 കണ്ടോ 5 ലാസ്റ്റ് ചെയിൻ എത്തി. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. കറക്റ്റ് സ്ലിപ്പ് സ്റ്റിച്ച് ഇടാൻ അറിയാത്തവരോട് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റിച്ച് മാർക്സ് യൂസ് ചെയ്യുക. ഓക്കെ. ഇനി എന്ത് ചെയ്യുക, ഇനി 5th റോ ആണ്. 5th റോയിൽ നമുക്ക് ചെയിൻ 1 ഇട്ട് കൊടുക്കുക. ഈച്ച് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ മാത്രം ചെയ്യുക. അതായത് നമുക്ക് കിട്ടൽ 13 സിംഗിൾ ക്രോഷ്യ ആയിരിക്കും. 1 2 3 ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. 13 സിംഗിൾ ക്രോഷ്യ ആണ് കേട്ടോ കിട്ടൽ. പിന്നെ 5th റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് 6th റോ നോക്കാം. 6th റോ എങ്ങനെയാണ് ചെയ്യൽ, ചെയിൻ 1 ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്തതുപോലെ തന്നെ 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്യുക. അതായത് ഡിക്രീസിങ് ചെയ്യുക. നെക്സ്റ്റ് 5 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 3 4 and 5 കണ്ടോ 5 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. ഇനി എന്താ ചെയ്യുക, ഇനി നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഡിക്രീസിങ് അതായത് 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ. ഇനി 4 സിംഗിൾ ക്രോഷ്യാണ് ബാക്കിയുള്ളത്. 4 സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 and 4 കണ്ടോ 4 സിംഗിൾ ക്രോഷ്യ കിട്ടി. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. കണ്ടോ? ഇനി 7th റോ ചെയ്യേണ്ടത് ചെയിൻ 1, ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. 1 2 ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. 7th റോയിൽ 11 സ്റ്റിച്ചാണ് കിട്ടിയിട്ടുള്ളത്. ഇനി അടുത്തത് 8th റോയാണ്. 8th റോയിൽ ചെയിൻ 1 നേരത്തെ ചെയ്തതുപോലെ തന്നെ ഫസ്റ്റ് നമ്മൾ ഡിക്രീസിങ് ചെയ്യുക. ഫസ്റ്റ് ചെയിനും നെക്സ്റ്റ് സിംഗിൾ ക്രോഷ്യേൻ്റെ ഫ്രണ്ട് ലൂപ്പും നമുക്ക് എടുത്തിട്ട് ഡിക്രീസിങ് ചെയ്യുക. നെക്സ്റ്റ് ഇതേപോലെ എടുക്കുക. അടുത്ത ചെയിനിൻ്റെയും ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. ടുഗദർ. കണ്ടോ? ഇനി എന്ത് ചെയ്യുക, ഇനി 4 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 3 and 4 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. 4 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. ഇനി നെക്സ്റ്റ് ചെയ്യേണ്ടത് നമ്മൾ ഡിക്രീസിങ് ആണ്.
ഡിക്രീസിങ്, അതായത് 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്ത് കൊടുക്കുക. 2 സിംഗിൾ ക്രോഷ്യ ടുഗദർ ചെയ്തു. ഇനി നമുക്ക് കിട്ടുന്നത് 3 സിംഗിൾ ക്രോഷ്യ ആണ്. 1 2 ആൻഡ് 3. കണ്ടോ, 3 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. കണ്ടോ, ഇനി നമുക്ക് 9th മുതൽ 10th വരെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. നമുക്ക് കിട്ടുന്നത് എന്താ, സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ. അങ്ങനെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ 9 സ്റ്റിച്ചസ് ആണ് നമുക്ക് കിട്ടൽ. 1 2 3. ഇങ്ങനെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 റോ ചെയ്യാം. റോ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഞാൻ 2 റോ 9 സ്റ്റിച്ചസ് മാത്രം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് 11th റോ ചെയ്യേണ്ടത് ചെയിൻ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് നമുക്ക് ഡിക്രീസിങ് ആണ് ചെയ്യേണ്ടത്. ഡിക്രീസിങ്, അങ്ങനെ നമ്മൾ 3 ടൈംസ് ആണ് ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യേണ്ടത്. 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കുക. ഡിക്രീസിങ് 2 ടൈംസ് നമ്മൾ ചെയ്തു. നെക്സ്റ്റ് 1 സിംഗിൾ ക്രോഷ്യ, നെക്സ്റ്റ് ഡിക്രീസിങ്, നെക്സ്റ്റ് ഡിക്രീസിങ് ചെയ്ത് കൊടുക്കും. ലാസ്റ്റ് ചെയിന് കണ്ടോ. ഇനി നമ്മൾ ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. നമുക്ക് 6 സിംഗിൾ ക്രോഷ്യാണ് നമുക്ക് ഈ റോയിൽ കിട്ടൽ. ഇനി ചെയിൻ 1 ഇടുക, ഇവിടുന്ന് യാണ് കട്ട് ചെയ്ത് കൊടുക്കുക. സെയിം പാറ്റേൺ തന്നെ നമ്മൾ 1 മോറും കൂടി ചെയ്തെടുക്കണം. ഇത് ഞാനിവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. നമ്മൾ 2 ലെഗ്സ് ആണ് ചെയ്തെടുക്കേണ്ടത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പാർട്ട് എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്ക് ഇതിൻ്റെ ബീക്ക് ചെയ്യാം, അതായത് ഇതിൻ്റെ കൊക്കിൻ്റെ പാർട്ടില്ലേ, ആ പാർട്ട് നമുക്ക് എങ്ങനെയാണ് ചെയ്യലെന്ന് നോക്കാം. നേരത്തെ ചെയ്തതുപോലെ തന്നെ 7 ചെയിൻ ഇട്ട് കൊടുക്കുക. 1 നോട്ട് ഇട്ട് കൊടുക്കുക. 1 2 3 4 5 6 7. ഇനി എന്ത് ചെയ്യുക, നേരത്തെ ചെയ്ത പോലെ തന്നെ 5 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. സെക്കൻഡ് ചെയിനിൽ 1, നെക്സ്റ്റ് 2, 3 4 ആൻഡ് 5. ലാസ്റ്റ് ഒരു ചെയിൻ ബാക്കിയുണ്ട്, അതിൽ നമ്മൾ 3 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 ആൻഡ് 3 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. നെക്സ്റ്റ് 4 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇടുക, നേരെ ഓപ്പോസിറ്റ്. 1 2 3 ലാസ്റ്റ് 4 സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി എന്താ ചെയ്യുക, ലാസ്റ്റ് നമ്മൾ ചെയ്ത ഈ സ്പേസില്ലേ, ഫസ്റ്റ് നമ്മൾ 5th റോയിൽ ചെയ്തത് അല്ല 5th ചെയിൻ, അതായത് സെക്കൻഡ് ചെയിനിൽ ചെയ്ത ആ സെയിം സ്പേസിൽ പോയിട്ട് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ 1, അതായത് ഇൻക്രീസിങ് ചെയ്യാം. 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ടു. ഇനി എന്ത് ചെയ്യുക, ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് റോ വരുന്നത്. ഇനി സെക്കൻഡ് റോയും നമ്മൾ നേരത്തെ ചെയ്ത സെയിം പാറ്റേൺ തന്നെയാണ്. ചെയിൻ 1 ഇട്ട് കൊടുക്കുക, ഫസ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ് ചെയ്യുക, അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ, പിന്നെ 13 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. 1 2 3 കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. 30 സിംഗിൾ ക്രോഷ്യ ചെയ്തു, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ടു. ഇനി ചെയിൻ 1 ഇടുക, ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ ചെയ്യുക, അതായത് 3ഉം 4ഉം സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. 1, അങ്ങനെ നമുക്ക് 15 സിംഗിൾ ക്രോഷ്യ കിട്ടൽ. 2
3 4 ഇങ്ങനെ നമ്മൾ 1 മോർ റോയും കൂടി ചെയ്യാം. അതായത് 4th റോ വരെ കംപ്ലീറ്റ് ചെയ്തിട്ട് കാണാം. 4 റോ കംപ്ലീറ്റ് ആയി. ഇനി 5th റോ വരുന്നത് ചെയിൻ 1, ആ സെയിം സ്പേസിൽ തന്നെ ഇൻക്രീസിങ് കൊടുക്കുക. അതായത് 2 സിംഗിൾ ക്രോഷ്യ 1 and 2. ഇനി നമ്മൾ 7 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 4 5 6 7 ടൈംസ് നമ്മൾ സിംഗിൾ ക്രോഷ്യ ചെയ്തു. ഇനി നമ്മൾ നെക്സ്റ്റ് ഇൻക്രീസിങ് ആദ്യം കൊടുക്കുക. 1 2 അതായത് സെയിം സ്പേസിൽ തന്നെ 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് 6 സ്റ്റിച്ചസ് ആണ് വരുന്നത്. ആ 6 സ്റ്റിച്ചസിൽ 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ട് കൊടുക്കുക. 1 2 3 4 5 and 6. കണ്ടോ, കറക്റ്റ് ചെയ്തവർക്ക് കറക്റ്റ് സ്റ്റിച്ചസ് തന്നെ ബാക്കിയുണ്ടാവും. ഫസ്റ്റ് ചെയിനിൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച്. ഇതാണ് നമ്മുടെ 5th റോ. ഇനി 6th റോയിൽ വരുന്നത് ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രമാണ്. അതായത് നമുക്ക് 17 സിംഗിൾ ക്രോഷ്യ കിട്ടും. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 1 2 3 4 5 അങ്ങനെ നമുക്ക് 17 സിംഗിൾ ക്രോഷ്യ ഇട്ടിട്ട് കാണാം. പീക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ചെയിൻ 1ൽ പോവുക, സ്ലിപ്പ് സ്റ്റിച്ച് ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെയിൻ 1 ഇടുക. ഇവിടുന്ന് യാണ് കട്ട് ചെയ്യാണ്. കുറച്ച് ലോങ് ടൈൽ തന്നെ കട്ട് ചെയ്യുന്നുണ്ട്. അത് നമുക്ക് സോ ചെയ്ത് കൊടുക്കാനുള്ളതാണ്. ഓക്കെ, കുറച്ച് ലോങ് കട്ട് ചെയ്യുക. നമ്മൾ ബീക്കും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇതിൻ്റെ ഹെഡ് പാർട്ട് നോക്കാം എങ്ങനെയാണ് ചെയ്യില്ല എന്നുള്ളത്. നേരത്തെ ചെയ്തതുപോലെ തന്നെ മാജിക് റിംഗ് ഇടുക. ചെയിൻ 1 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 2 3 ഇതേപോലെ കണ്ടിന്യൂസ് ചെയ്തിട്ട് കാണാം. ഫസ്റ്റ് റോ കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് റോ വരുന്നത് സാധാ പോലെ തന്നെ ഇൻക്രീസിങ് ചെയ്യുക. ചെയിൻ 1 സെയിം സ്പേസിൽ 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. അങ്ങനെ നമ്മൾ 6 ടൈംസ് ആണ് ഇൻക്രീസിങ് ചെയ്യേണ്ടത്. 1 ടൈം ചെയ്തു. നെക്സ്റ്റ് സെക്കൻഡ് ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് 6 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. ഇൻക്രീസിങ് റോയിങ് കംപ്ലീറ്റ് ആയി. ഇനി തേർഡ് റോ വരുന്നത് ചെയിൻ 1 സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ. നെക്സ്റ്റ് ഇൻക്രീസിങ് അതായത് 2 സിംഗിൾ ക്രോഷ്യ. സെയിം പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. നെക്സ്റ്റ് 1 നെക്സ്റ്റ് 2 സിംഗിൾ ക്രോഷ്യ. ഇത് റിപ്പീറ്റ് ചെയ്തിട്ട് കാണാം. തേർഡ് റോ കംപ്ലീറ്റ് ആയി. ഇനി ഫോർത്ത് റോയും ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ. 1 നെക്സ്റ്റ് 2. എന്നിട്ട് എന്ത് ചെയ്യുക, നെക്സ്റ്റ് ചെയിനിൽ ഇൻക്രീസിങ് ചെയ്യാം. അതായത് 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്ത് കൊടുക്കും. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് വരിക. എങ്ങനെയോ 2 1 1 2 1 1 2 ആ പാറ്റേൺ റിപ്പീറ്റ് ചെയ്ത് ചെയ്യും. ഇനി ഇതേപോലെ ചെയിൻ 1 ഇടുക. ഇത് എത്രാമത്തെ 1 1 2 3 4 5. ഇനി സിക്സ്ത് റോ മുതൽ നമ്മൾ 6 7 8 റോ വരെ ഈച്ച് ചെയിന് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ടിട്ട് പോവുക. 1 2 ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് പോവാം. അതായത് നമുക്ക് 30 സ്റ്റിച്ചസ് ഉണ്ടാവും. 3 റോ കണ്ടിന്യൂസ് ആയിട്ട് കാണാം. അപ്പം 2 റോ മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഞാൻ പറഞ്ഞിട്ടുണ്ട് 8 റോ വരെ ചെയ്യുന്നുണ്ടെന്ന്. 8 റോ വരെ ചെയ്തിട്ടില്ല, ഞാൻ 7th റോ വരെ ചെയ്തിട്ടുള്ളൂ. കാരണം ഇപ്പം തന്നെ ഒരത്യാവശ്യം വലുപ്പമായിട്ടുണ്ട്. ഇനി ഞാൻ ഡിക്രീസിങ് ചെയ്യാനാണ് പോകുന്നത്.
ഓക്കെ, 8th റോ ഡിക്രീസിങ് ആണ്. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. 3 ടൈംസ് സിംഗിൾ ക്രോഷ്യ, അതായത് നമ്മൾ എത്രയാണോ ഇൻക്രീസിങ് ചെയ്തത് അതിന് കണക്കായിട്ട് നമ്മൾ ഡിക്രീസിങ് കൂടി ചെയ്ത് കൊടുക്കുക. 2 3. പിന്നെ എന്ത് ചെയ്യുക, ഡിക്രീസിങ്. കണ്ടു, ഇത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. അപ്പം ഇങ്ങനെയാണ് ഐസ് വെച്ചിട്ടുള്ളത്. അതായത് 1 2 3 4 5 6th 7th ഇടയിലാണ് ഐസ് വെച്ചിട്ടുള്ളത്. 1 2 3 3 4 ഗ്യാപ്പിൽ. ഇനി ഇതിൻ്റെ വാഷർ ഇട്ട് കൊടുക്കുക, അത് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ഫയർ വെച്ചിട്ട് ബാക്ക് ഇതാക്കി കൊടുക്കുകയും ചെയ്യാം. നല്ലോണം സേഫ്റ്റി ആവും. ഓക്കെ ഓക്കെ, ഇതേപോലെ ഐസ് വെച്ച് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് റോയും കൂടി എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. നെക്സ്റ്റ് റോ ചെയിൻ 1 ഇടുക. 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്യുക. 1 2. ഞാൻ പറഞ്ഞു നമ്മൾ എത്രയാണോ ഇൻക്രീസിങ് ചെയ്തത് അതെല്ലാം നമ്മൾ ഡിക്രീസിങ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇനി ഡിക്രീസിങ്. ഈ പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. ആയിട്ടുണ്ട്. ഇനി 10th റോ ആണ് തോന്നുന്നു. 1 1 2 3 4 5 6 7 8. 1 2 3 4 5 6 7 8 9. നമ്മൾ 10th റോയാണ്. ചെയിൻ 1. ഇനി നമ്മൾ 10th റോ ആയി ചെയിൻ 1 ഇട്ടു. ഇനി സെയിം സ്പേസിൽ 1 സിംഗിൾ ക്രോഷ്യ, എന്നിട്ട് നെക്സ്റ്റ് ഡിക്രീസിങ് ആണ്. പാറ്റേൺ റിപ്പീറ്റ് ചെയ്യുക. 1 സിംഗിൾ ക്രോഷ്യ, ഡിക്രീസിങ്. ഇതിൽ നമ്മൾ സ്റ്റഫിങ് ആഡ് ചെയ്യുക, അതായത് ഫൈബർ ഫില്ലിങ് ആഡ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ സ്റ്റഫിങ് ആഡ് ചെയ്ത് കൊടുക്കും. ഇതേപോലെ നല്ല ഭംഗിയിൽ സ്റ്റഫിങ് ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് കംപ്ലീറ്റ് ഡിക്രീസിങ് ചെയ്യാം. ചെയിൻ 1 ഇട്ട് കൊടുക്കുക. കംപ്ലീറ്റ് ഡിക്രീസിങ് ചെയ്യാം. അതായത് ഫസ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പും കറക്റ്റ് ചെയ്യാൻ നോക്കട്ടോ. നെക്സ്റ്റ് ചെയിനിൻ്റെ ഫ്രണ്ട് ലൂപ്പ് എടുക്കുക. ഡിക്രീസിങ് 6 ടൈംസ് ഇതേപോലെ ഡിക്രീസിങ് ചെയ്യുക. 1 നെക്സ്റ്റ് 2. ഇതേപോലെ 6 ടൈംസ് ചെയ്തിട്ടാണ്. ഹെഡ് പാർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ബോഡി ചെയ്യാം. ഇതിൻ്റെ കൂടെ തന്നെ അറ്റാച്ച് ചെയ്തിട്ടാണ് ബോഡി ചെയ്യുന്നത്. നമ്മൾ 6 ഡിക്രീസിങ് ചെയ്തിരുന്നു. ഇനി ചെയിൻ 1 ഇട്ട് കൊടുക്കുക. നമുക്ക് ഇൻക്രീസിങ് ചെയ്ത് കൊടുക്കുക, അതായത് 6 ടൈംസ് ഇൻക്രീസിങ് ചെയ്യും. ഈച്ച് ചെയിനിൽ 2 ടൈംസ് സിംഗിൾ ക്രോഷ്യ ചെയ്തിട്ട് ഇൻക്രീസിങ് ചെയ്യാം. 1 നെക്സ്റ്റ് 2. ഇതേപോലെ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ട് വേണം. ചെയ്തിട്ടാണ് കണ്ടോ, നമ്മൾ ബോഡി പാർട്ട് സ്റ്റാർട്ടായി. നമ്മൾ 6 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്തു. ഇനി നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ 1 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക, 2 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസ് ചെയ്യുക, 3 4 വരെ നമ്മൾ 4 അല്ല 5 വരെ ഇൻക്രീസിങ് ചെയ്തിട്ട് വരിക. അത്ര വരെ ചെയ്തിട്ട് നമുക്ക് കാണാം. അതായത് 1 ഇൻക്രീസ്, നെക്സ്റ്റ് 2 ടൈംസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, നെക്സ്റ്റ് റോ 3 ടൈംസ് ചെയ്യുക, ഇൻക്രീസ് ചെയ്യുക, നെക്സ്റ്റ് റോ 4 ടൈംസ് ചെയ്യുക, ഇൻക്രീസിങ് ചെയ്യുക, നെക്സ്റ്റ് 5 ടൈംസ് ചെയ്യുക, ഇൻക്രീസിങ് ചെയ്യുക. അത്ര വരെ ചെയ്തിട്ട് കാണാം. ഞാൻ എത്ര വരെയാണ് ചെയ്യുന്നതെന്നുള്ളത് അതിന് ശേഷം പറഞ്ഞുതരാം. ഇപ്പം
4, അതായത് 3 ടൈംസ് സിംഗിൾ ക്രോഷ്യ ഇട്ടു, എന്നിട്ട് ഇൻക്രീസിങ് ചെയ്തു. അത്ര വരെ ഞാൻ ചെയ്തിട്ടുള്ളൂ. 4 വരെ ഇൻക്രീസ് ചെയ്തിട്ടില്ല, 4, 5 ഇൻക്രീസ് ചെയ്തിട്ടില്ല. കാരണം എൻ്റെ ആണ് ഇത്ര നല്ല തടി ഉണ്ടായതുകൊണ്ട് എനിക്ക് വലിയ തന്നെ ആയിട്ട് വേഗം ഇൻക്രീസിങ് ചെയ്തത് വേഗം വലുതായിട്ട് തന്നെ കിട്ടി. ഇനി എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ 7 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കും. ചെയിൻ 1, 7 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കും. 1, 2, 3, 4, 5, 6 ആൻഡ് 7 സിംഗിൾ ക്രോഷ്യ ഇട്ടതിന് ശേഷം നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ച നമ്മൾ വിങ്സ് ഇല്ലേ, വിങ്സ് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. രണ്ടും തമ്മിൽ കൂട്ടിയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ കറക്റ്റായിട്ട് എടുക്കണേ. ഇതേപോലെ കൂട്ടിപ്പിടിക്കുക. 1, കറക്റ്റായിട്ട് എടുത്ത് വെക്കുക. 2, 3 ആണ് വരുന്നത്. ലാസ്റ്റ് സ്റ്റിച്ചിൽ പോവാം. അതെൻ്റെ യാണ് അവിടെ കട്ടായിട്ടുള്ള യാൺസ് ഉണ്ട്, അതാണ് അവിടെ പൊന്തിക്കുന്നത് കേട്ടോ. 2 ചെയിനിലും ഈക്വലായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക. മറ്റേ ചെയിനിലും കൂടി ഇട്ട് കൊടുക്കുക. ഈ ആണായതുകൊണ്ടാണ് കുറച്ച് ഡിഫിക്കൽട്ട്, അല്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ആദ്യം ഇതിൽ വലിക്കുക, 3 ടൈംസ് അതിൻ്റെ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി സാധാ നമ്മൾ ചെയ്യുന്നത് പോലെ 1, 2 കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ഇനി അതർ സൈഡ് എത്തുന്നവരെ 1 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കും. 8 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുത്തു. ഇനി അതർ ഇതെടുക്കുക, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. One, 2, തേർഡ് ടൈമും കൂടി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. ഇനി കണ്ടിന്യൂസ് ആയിട്ട് ബാക്കി പാറ്റേൺ ചെയ്യും. 7 സിംഗിൾ ക്രോഷ്യ ഇട്ട് കൊടുക്കും. 1 ഇത്ര വരെ നമുക്ക് ചെയ്തെടുക്കാം. 7 സിംഗിൾ ക്രോഷ്യ ഇട്ടത്. അപ്പോൾ നമുക്ക് ഒരു 5 റോ വരെ കണ്ടിന്യൂസ് ആയിട്ട് 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ടിട്ട് പോവാം. ഈച്ച് ചെയിനിൽ 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ടിട്ട് പോവാം.
ഒരു വിധത്തിൽ ഞാനിതാ 4 റോ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. 5 റോ ചെയ്യുന്നില്ല, 4 റോ വരെ 1 സിംഗിൾ ക്രോഷ്യ മാത്രം ഇട്ടിട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് ചെയ്യേണ്ടത് ഡിക്രീസിങ് ആണ്. ഞാൻ ഈ ബോഡി പാർട്സിൽ സ്റ്റഫിങ് ആഡ് ചെയ്യുന്നില്ല, സ്റ്റഫിങ് ആഡ് ചെയ്യാണ്ട് ചെയ്യുന്ന ഒരു ടോയ് ആണ് കേട്ടോ ഇത്. ടോയ് എന്ന് പറയില്ല, നമ്മൾ കുട്ടികൾക്കെല്ലാം കൊടുക്കുന്ന ബേബിക്ക് കിടക്കുമ്പോഴെല്ലാം പിടിച്ച് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു നല്ല സ്റ്റഫിങ് ആണിത് കേട്ടോ. അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ട്രൈ ചെയ്തതാണ്. എൻ്റെ മോഡലുള്ള പാറ്റേൺസ് ആണ്. അതുപോലെ ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെയാണെന്നുള്ളത് ശരിക്കും കാണാം. അപ്പോൾ ഇനി ഞാൻ ഡിക്രീസിങ് ആണ് ചെയ്യുന്നത്. ഡിക്രീസിങ് എന്ന് വെച്ചാൽ നമ്മൾ 3 സിംഗിൾ ക്രോഷ്യ ഇൻക്രീസിങ് വരെ ചെയ്തത് അതുവരെ നമ്മൾ ഡിക്രീസിങ് ചെയ്യുക. അതായത് നെക്സ്റ്റ് 3 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അടുത്ത റോ 2 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, അടുത്ത റോ 1 സിംഗിൾ ക്രോഷ്യ ഡിക്രീസ്, നെക്സ്റ്റ് ലാസ്റ്റ് ഓൾ ഡിക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത്ര വരെ കംപ്ലീറ്റ് ആയിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അത് വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നില്ല, ഓൾറെഡി നമ്മൾ ചെയ്ത പാറ്റേൺസ് തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ ഉൾപ്പെടുത്താത്തത് കേട്ടോ. എൻ്റെ ഡെക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ വരുമ്പോൾ പോലെ ഉണ്ടല്ലോ. ഓക്കെ, നമുക്കത് കംപ്ലീറ്റ് ആയിട്ട് കാണാം. ഇനി ഞാൻ ഇതും കൂടി ഇതിലേക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നമ്മൾ ഡെക്കിൻ്റെ ലെഗും കൂടി ഇതിലേക്ക് ഞാൻ ഫിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. അതിന് ശേഷം ഞാൻ ഇതിൻ്റെ ബീക്കും ഇതിൽ ഫിക്സ് ചെയ്യും. എല്ലാം ഫിക്സ് ചെയ്തിട്ടായിരിക്കും നമ്മൾ നെക്സ്റ്റ് കാണാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതും കൂടി അറ്റാച്ച് ചെയ്യുമ്പോൾ കുറേ ലെങ്ത്ത് വീഡിയോ ആവും, അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത്. ഫൈനൽ ലുക്ക്, ഇതിൻ്റെ ഡെക്കിൻ്റെ ഫൈനൽ ലുക്കാണ്. ഞാൻ സ്വന്തമാക്കിയ പാറ്റേൺ ആണ്. അപ്പോൾ ഈസി ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്കൊരു സോയിങ്ങോ ഒന്നും വരുന്നില്ല, എല്ലാം ഇതിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ള സ്റ്റിച്ചിങ് ആണ് വരുന്നത്. അപ്പം എല്ലാവരും കറക്റ്റ് കംപ്ലീറ്റ് വീഡിയോ കണ്ടിട്ട് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.